ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് പണിക്ക് പോണ ദിവസം രാവിലെ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ട് പണിക്ക് പോകണം, പിന്നെ വന്നിട്ടുള്ളതും ഒക്കെ കൂടെ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ, തമ്പനയിൽ എഴുതിയതുപോലെ തന്നെയാണ് നമുക്ക് സംഭവിച്ചത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് രാവിലെ പണിക്ക് പോണത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് ചോറും കറിയൊക്കെ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ പലഹാരം ഉണ്ടാക്കാനായിട്ട് ഞാൻ നുറുക്ക് ഗോതമ്പെടുത്ത് ഉപ്മാവ് ഉണ്ടാക്കി. അപ്പോൾ ചാരുവിനും ഏട്ടനും കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ചോറൊന്നും രാവിലെ ആയിട്ട് അങ്ങനെ കഴിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് കൂടുതലും ഞാൻ പലഹാരം തന്നെ ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് പണിക്ക് പോകുമ്പോൾ ചോറ് കൊണ്ടുപോകണം. കുറച്ച് ദൂരെയാണ് കേട്ടോ പണിയുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചയ്ക്ക് വരികയൊക്കെ ചെയ്യാം, പക്ഷേ എന്നാലും ചോറ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ ഇതാ ചോറും കറിയൊക്കെ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് വെച്ച് ഊറ്റി, പിന്നെ കറി ഇന്നിപ്പോൾ വൻപയറുണ്ടല്ലോ, വെള്ളപ്പയർ, അത് പുളി വയ്ക്കുകയാണ്. പിന്നെ എന്താണ്, ഉപ്പേരി ഉണ്ട്. ഉപ്പേരി എന്താണെന്ന് പോലും എനിക്ക് മറന്നു പോയിട്ടോ സത്യം പറഞ്ഞാൽ. എന്തോ ഉണ്ടായിരുന്നു, വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് മറന്നുപോയി. ഇതിപ്പോൾ 2-3-4 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ ടിഫിൻ ബോക്സിൽ ചോറാക്കി കറിയാക്കി വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും പിന്നതപ്പോൾ ഏട്ടൻ പോകാനായിട്ട് റെഡി ആവണുള്ളൂ കേട്ടോ. ആൾക്ക് ഇന്ന് ഇത്തിരി പതുക്കെ പോയാൽ മതി. അപ്പോൾ ജോലിയൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. ആൾക്ക് മഴയൊക്കെ ഇങ്ങനെ നിൽക്കണല്ലേ ഉള്ളൂ, അതായത് മഴ കുറഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പോൾ വർക്കൊക്കെ കുറച്ച് എന്താണ് പതുക്കെ പോയാൽ മതി കേട്ടോ. അപ്പോൾ ആൾ എന്തായാലും പോണ മുമ്പ് തന്നെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതാ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ ഏട്ടൻ പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ ചിട്ടിക്കുട്ടിനെയും കൂടെ വേഗം ഒന്ന് റെഡിയാക്കി നിർത്തിയിട്ട് ഞാനും അങ്ങനെ വന്നു കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാനും പണിക്ക് വന്നു. അപ്പോൾ പണിക്ക് വരുമ്പോൾ എന്താ വണ്ടിയിൽ വരുന്നതെന്നൊന്നും വിചാരിക്കേണ്ട, കുറച്ച് ദൂരമുള്ള സ്ഥലമാണ്. അപ്പോൾ വരുമ്പോൾ കുറച്ച് കൈക്കോട്ടുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് കൈക്കോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിമാരുടെ കൈക്കോട്ടൊക്കെ 2-3 ഞാൻ കൊണ്ടുവന്നു കേട്ടോ. കാരണം നമ്മൾ വണ്ടിയിലാണല്ലോ വരുന്നത്. അതുകൊണ്ട് വലിയ കാര്യത്തിൽ ബിൽട്ടപ്പൊക്കെ ഇട്ടിട്ട് നല്ല എന്താ പറയുക, അങ്ങനെ വണ്ടിയിൽ വന്നതാണ്. ചോറും കെട്ടി പൊതിഞ്ഞിട്ടിട്ട. എന്നും ഞാൻ ചോറൊന്നും കൊണ്ടുപോകില്ല, ഞാൻ ഉച്ചയ്ക്ക് വരാറാണ് പതിവ്. പക്ഷേ എന്താ പറയുക, ഇന്നിപ്പോൾ ഒരുപാട് അങ്ങോട്ട് ജാട കാണിച്ചിട്ട് പോയാൽ അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ. അവസാനം ഞാൻ പോയിട്ട് അവിടെ പോയിട്ട് നമ്മൾ ഇങ്ങനെ മെസ്റ്റോളിൽ നമ്മുടെ പേരൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കുമല്ലോ. കാരണം ഞാൻ ഇപ്പം എന്താ അങ്ങനെ നോക്കിയെന്ന് വെച്ചാൽ 2-3 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മുന്നേ പണിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, എക്സാം ഇടയിൽ കൂടെ അതൊക്കെ ആയപ്പോൾ ഞാൻ ആ ടൈമിലൊന്നും പോയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു സംശയം കൊണ്ട് നോക്കിയതാണ്. നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ പേര് വന്നിട്ടില്ല അതിൽ. ഞാൻ പണിക്ക് പോകാത്തത് കൊണ്ട് തന്നെ എൻ്റെ പേരടിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത്രയും ദൂരം കഷ്ടപ്പെട്ട് എങ്ങനെ ചുമ്മാ പോയി അങ്ങനെ എല്ലാവരുടെ മുമ്പിലും നാണം കെട്ടിട്ട് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. നാണക്കേടൊന്നുമില്ല, പക്ഷേ എന്നാലും നമ്മൾ അത്രയും ദൂരം പോയിട്ട് തിരിച്ച് വരിക പറയുമ്പോൾ വല്ലാത്തൊരു മനസ്സിനല്ലേ. അപ്പോൾ എന്തായാലും പോട്ടെ. ഇനിയിപ്പോൾ പേരില്ല എന്ന് പറഞ്ഞാൽ നമുക്കതിൽ പണിയൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ പേര് അതിലുണ്ടെങ്കിൽ മാത്രമേ പണി ചെയ്യാനുള്ളൊരു ഇതുള്ളൂ, പണ്ടത്തെ പോലെയൊന്നും അല്ല. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ വേഗം പിന്നെ തിരിച്ച് വന്നു കേട്ടോ. തിരിച്ച് വന്നങ്ങനെ വേഗം ഡ്രസ്സൊക്കെ മാറ്റി വെച്ചു. എന്തായാലും പണിയെല്ലാം ഒരുങ്ങി. ഇനിയിപ്പോൾ എന്തായാലും തൊഴിലുറപ്പിനെന്നും പറഞ്ഞിട്ട് ഇന്ന് മനസ്സൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് പോയതാണല്ലോ. പോയ സമയത്ത് പിന്നെ പണിയുമില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, എന്തായാലും തൊഴിലുറപ്പില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തൊഴിലുറപ്പ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനിതാ നമ്മുടെ എന്താണ് നമ്മുടെ ആയുധങ്ങളുണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു നടക്കുന്ന ആ വഴീൻ്റെ ആ ഭാഗത്ത് പുല്ലൊക്കെ പൊന്തിയിട്ട് നിറയെ ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഹൈറ്റ് വെച്ചിട്ടുണ്ട് ചെടിയും തുപ്പൊക്കെ. അപ്പോൾ ഞാൻ അവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. തൊടിയിൽ നമ്മൾ അത്യാവശ്യം പെരുമാറുന്നിടത്തൊക്കെ പുല്ല് പൊന്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്രയൊക്കെ നമ്മൾ ഇതുപോലെ അങ്ങനെ അയർത്ത് വിട്ടാലും ഒരു 2 ആഴ്ച, മാക്സിമം ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ അത് പുല്ല് പൊന്തും. അപ്പോൾ പിന്നെ ഞാൻ എന്ത് വിചാരിച്ചു, അപ്പോൾ തൊഴിലുറപ്പ് പണി നമ്മുടെ വീട്ടിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ആ ഒരു മൈൻഡിലാണല്ലോ നമ്മൾ പോയിട്ടുണ്ടായി. ഇന്ന് തൊഴിലുറപ്പ് പണി എടുത്തിട്ട് തന്നെ കാര്യം, ഇന്ന് പണിക്ക് പോയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ മൈൻഡ് ഒന്ന് മാറുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിലെ കുറച്ച് വൃത്തിയാക്കലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ നമ്മുടെ തൊടിയൊക്കെ ഒന്ന് അയർത്ത് വൃത്തിയാക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പണിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ പണികൾ കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ വയ്യാന്നേ ഉള്ളൂ. പക്ഷേ
പണിക്കൊന്നും ഒരു കുറവുമില്ല. നമ്മൾ എപ്പോഴും ഈ അടുക്കളയിൽ കിടന്ന് അടുക്കളപ്പണി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റെസ്റ്റ് ഇരിക്കും, പിന്നെ കുറച്ച് ഫോൺ നോക്കും, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് എടുത്തതൊക്കെ എഡിറ്റ് ചെയ്യാനിരിക്കും, പിന്നെ മക്കൾ വരും, അവരുടെ കാര്യങ്ങൾ അങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ഇതിലൊന്നും ചിലപ്പോൾ അങ്ങനെ അങ്ങോട്ട് പണി ചെയ്യാനായിട്ട് നിൽക്കാനും വയ്യ. പിന്നെ കൂട്ടിനൊക്കെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മടുപ്പില്ലാണ്ട് ചെയ്യാം. ഇതിപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മടിയാണ്. ഇന്ന് ഞാൻ ആ മടിയൊന്നും കാണിച്ചില്ല. അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു കേട്ടോ. വൃത്തിയാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ അയർത്ത് വിട്ടു. പിന്നെ ഇവിടെ കുറച്ച് പയറൊക്കെ കുത്തിയിട്ടത് കൊണ്ട് തന്നെ എനിക്കിവിടെ അയർത്ത് വിടാനായിട്ട് ഒരു പേടി. കാരണം ഈ പയർ വള്ളിയിൽ മാത്രം ഇതായാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാടൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പയറൊന്നും ഇല്ല കേട്ടോ. ഒന്നോ രണ്ടോ ചെടിയുണ്ട്, അതിലിങ്ങനെ ചെറുതായിട്ടിങ്ങനെ കായ് പിടിക്കണേ ഉള്ളൂ. പിന്നെ പുഴുക്കേടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നേരാവണ്ണം പയർ ചെടിയൊന്നും അങ്ങനെ ഇതില്ല കേട്ടോ. കുറച്ച് ഇലയെങ്കിലും കിട്ടിയാൽ നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കാനെങ്കിലും ആയി. പക്ഷെ അതും ഇല്ല. അപ്പോൾ നമ്മളിവിടെ പണി ചെയ്യുന്ന സമയത്ത് അത്ര വെയിലൊന്നുമില്ല. ഇപ്പം നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ അവിടെ നിൽക്കാനൊന്നും പറ്റില്ല. വെയിലാകുമ്പോഴത്തേക്കൊക്കെ അവിടുത്തെ അയർത്ത് വിട്ടു. പിന്നെ ഞാനിത് അവിടെ തുണിയൊക്കെ ഉണങ്ങാനിടില്ലേ, അവിടെയും നന്നായിട്ട് പുല്ല് പൊന്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം എന്തായാലും ഞാൻ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതാണ്. പക്ഷേ ഇത് അപ്പോഴേക്കും ഇഷ്ടംപോലെ പോലെ പുല്ല് പൊന്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അയർത്തതൊക്കെ തെങ്ങിൻ ചോട്ടിൽ കൂട്ടി വെച്ചു. അവിടെ അതേപോലെ അയർത്തതൊക്കെ പുളിമരത്തിൻ്റെ ചോട്ടിൽ അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പറിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ മുതലാവില്ല. പറിച്ച് നമ്മളെ ഉപ്പാട് തീരും. അതുകൊണ്ട് ഞാനിങ്ങനെ കൊടുവാള വെച്ചിട്ട് അയർത്തതാണ്. പിന്നെ ഇതാ നമ്മുടെ വഴുതനങ്ങ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ പിഞ്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെയോ മിനിങ്ങാന്നോ ഞാൻ ചാരം എടുത്തിട്ട് ഇങ്ങനെ ഇട്ടതാണ്, പുഴുക്കേടൊക്കെ വരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിഞ്ചൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വഴുതനങ്ങ. പിന്നെ നമ്മുടെ റോസിനെയൊക്കെ നമ്മുടെ വീഡിയോയിൽ കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, റോസി എന്ത് ചെയ്യുന്നു, റോസിക്ക് സുഖമായോ എന്നൊക്കെ പറഞ്ഞിട്ട്. റോസി എന്നാലും പേടിത്തൂറി ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനെ കാലൂന്നി നടക്കാനൊരു ബുദ്ധിമുട്ട് കേട്ടോ. പിന്നെ പോരാത്തതിന് നായ്ക്കളുടെ കൂടെ പോയി കടിയെല്ലാം കൊണ്ട് കഴുത്തിൽ മുറിവൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ട്. അപ്പോൾ അങ്ങനെ റോസിൻ്റെ കാര്യം. പിന്നെ ഇതാ നമ്മളെ മത്തൻ വള്ളി ഉണ്ടല്ലോ, ഞാൻ കുമ്പളങ്ങയാണെന്നാണ് വിചാരിച്ചത്, കുമ്പളൻ വള്ളിയും ഉണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ മത്തൻ്റെ വള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം മത്തൻ്റെ പൂ നോക്കുമ്പോഴാണ് മത്തൻ ഇലയാണ് അല്ലെങ്കിൽ മത്തൻ്റെ വള്ളിയാണെന്ന് മനസ്സിലായത്. പിന്നെ ഇത് അവിടെ മത്തനൊക്കെ ഇങ്ങനെ പിഞ്ചിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട്. അകത്തൊക്കെ എത്രയുണ്ടെന്ന് അറിയില്ല, പൊന്ത കിട്ടിയതുകൊണ്ട് അവിടെ ഉള്ളിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഇതവിടെ ഏട്ടൻ ഒരു മത്തനെ ഇങ്ങനെ ചാക്ക് കൊണ്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈച്ചയൊന്നും കുത്തണ്ടെന്നും പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഇന്നലെ ഇവിടെ മത്തൻ്റെ ഇല പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ. മത്തൻ്റെ ഇല പൊട്ടിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്ത്. പിന്നെ ഞാനിത് അവിടെ ആറ്റുനോറ്റ് റോസാക്കൊമ്പ് വെച്ചത് അത് ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ റോസ് കൊമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കണേ ഇല്ല. ഞാൻ കുറേയൊക്കെ വെച്ച് നോക്കിയതാണ്. ഇങ്ങനെ അവ വരും, പിന്നെ അങ്ങനെ ഉണങ്ങിപ്പോവും. എന്താണെന്നറിയില്ല കേട്ടോ. ഇന്നിപ്പോൾ വേണാൻ വേണ്ടിക്ക് ഇപ്രാവശ്യം അങ്ങനെ കുഴിച്ചിട്ടതാണ്. ജസ്റ്റ് മുളയൊക്കെ പൊട്ടിയിട്ട് ഇലയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതവിടെ ഒരു അരളി. അപ്പോൾ ഞാനിതൊക്കെ എന്തിനാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ വല്ലപ്പോഴും അല്ലേ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനത്തെയൊക്കെ കാണിക്കണുള്ളൂ. അപ്പം നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നും ഇപ്പം നമ്മൾ ചട്ടിയും കലവും അല്ലെങ്കിൽ കഴുകലും തൂക്കലും ഒക്കെ തന്നെയല്ലേ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലിങ്ങനെ ചെടികളൊക്കെ ഉണ്ടെന്ന് ഒന്ന് അറിയട്ടല്ലേ ലോകം. അപ്പോൾ എന്തായാലും അതൊക്കെയായിരുന്നു ഉച്ചവരത്തെ വിശേഷങ്ങൾ. പിന്നെ ഞാൻ ഇവിടെ വീഡിയോ എടുത്തത് വൈകുന്നേരം ചാരുമോളെ ട്യൂഷന് പോയിട്ട് വിളിക്കാൻ വന്ന സമയത്താണ് കേട്ടോ. ചില സമയങ്ങളിൽ അവൾക്ക് മടിയാണ്, അമ്മ വിളിക്കാൻ വരിയെന്ന് പറഞ്ഞിട്ട് പറയും. ചിലപ്പോൾ പിന്നെ ബസ്സിന് വരും കേട്ടോ. അപ്പോൾ അവൾക്ക് ഇന്നിപ്പോൾ ഞാൻ വിളിക്കാൻ വരണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ കൊണ്ടുവന്നതാണ്. എന്തായാലും എനിക്ക് റേഷൻ കടയ്ക്കും വരണം. അപ്പോൾ പിന്നെ അതും രണ്ടും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വിളിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ സന്ധ്യാനേരം ആയിട്ടുണ്ട്, 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ പൂടൂർ പാലത്തിൻ്റെ മുകളിലായിട്ട് കുറേ പേര് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ടിരിക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ വന്നാൽ ഇവിടെ ഇങ്ങനെ പതിവാണ് കേട്ടോ. എല്ലാവർക്കും ഈ ഒരു പാലം കാണുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് വർത്തമാനം പറയുക, അങ്ങനെ ഒരു ശീലം ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ വന്ന് പാലത്തിൻ്റെ ചുവട്ടിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്, കാറ്റൊക്കെ കൊണ്ട് വൈകുന്നേരത്തെ ആ ഒരു വൈബൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ ഞങ്ങളും ഒന്ന് വന്നതാ നമ്മുടെ പുഴയൊക്കെ ഒന്ന് കാണാനായിട്ട് നിന്നു. വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, മഴയൊന്നും ഇപ്പോൾ ഇല്ല ഇവിടെ. അപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുത്തിട്ട് അതിന് നേരെ നമ്മൾ ഇതാ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് തന്നെ റേഷൻ കടയ്ക്കൊക്കെ പോയി
അരിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് വണ്ടിയിൽ വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ അരികൾ 2-3 തരം അരികൾ ഉള്ളത് കൊണ്ട് തന്നെ 3-4 സഞ്ചി എടുത്തിട്ട് വരണം കേട്ടോ. മട്ടരി, പുഴുങ്ങലരി, പച്ചരി, ഗോതമ്പ് പറഞ്ഞ പോലെ അങ്ങനെ പലതരത്തിലുള്ള അരികളാണ് കിട്ടുന്നത്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആണെങ്കിൽ അതിൽ ചാക്കുകൾ ഇഷ്ടം പോലെ വേണം. ചാക്കോ അല്ലെങ്കിൽ സഞ്ചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ എന്തായാലും ഞാൻ പോകുമ്പോൾ തന്നെ അത് വാങ്ങിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ അങ്ങനെ വേഗം എടുത്തിട്ട് പോകാമല്ലോ. ഇപ്പം പിന്നെ മണ്ണെണ്ണയും നിർത്തി എന്നൊക്കെ പറയുന്നത് കേട്ടു. മണ്ണെണ്ണയും ഇല്ല. 3 മാസം കൂടുമ്പോൾ 1/2 ലിറ്റർ തന്നതാണ്. പിന്നെ ഇപ്പോൾ മണ്ണെണ്ണയും ഇല്ല. അപ്പോൾ വിളക്കൊന്നും കത്തിക്കണ്ടല്ലോ നമുക്ക്. പിന്നെ എന്താണ് കറണ്ടൊക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മണ്ണെണ്ണ നിർത്തിയത്. അങ്ങനെ വീട്ടിൽ വന്ന പാടെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുന്നത് കൊണ്ട് തന്നെ നല്ല വിശപ്പൊക്കെ ഉണ്ടമ്മ എന്നും പറഞ്ഞ് അപ്പോൾ പിള്ളേർക്ക് എന്താണ് കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഗോതമ്പ് സേമിയ ഉണ്ടല്ലോ അത് വാങ്ങിച്ചതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. പിള്ളേർക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു ഗോതമ്പിൻ്റെ ഉപ്പുമാവ്. ഗോതമ്പിൻ്റെ ഉപ്പുമാവല്ല, ഗോതമ്പിൻ്റെ സേമിയ വെച്ചിട്ടുള്ള ഉപ്പുമാവ് കേട്ടോ. അപ്പോൾ അത് നല്ല ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ കുറച്ച് ഉപ്പുമാവ് ബാക്കിയുള്ളതിന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരു സവാളയും 2-3 പച്ചമുളകും ഇഞ്ചിയൊക്കെ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടിച്ചു, ഉലുവയല്ല ഉഴുന്ന് പരിപ്പ് ഇട്ടു, വറമുളക് ഇട്ടു, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച സംഭവങ്ങളൊക്കെ ഇട്ടു, പിന്നെ കറിവേപ്പില അങ്ങനെയുള്ള സംഭവമൊക്കെ ഇട്ടിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അറിയാമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് വഴറ്റി കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു, ഉപ്പൊക്കെ ഇട്ട് നമ്മുടെ സേമിയ ഇട്ടിട്ട് നന്നായിട്ട് തോർത്തി എടുക്കുക തന്നെ കേട്ടോ. അത്ര തന്നെ ഉള്ളൂ ഉപ്പുമാവിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ 1-2 കൂട്ടുകാർ നമ്മുടെ ചേച്ചിമാർ ഹായ് ചോദിച്ചിട്ടുണ്ട്. കുറേ പേർക്കൊക്കെ പരിഭവവും പിണക്കവും ഒക്കെ ഉള്ള പോലെ തോന്നുന്നു. കാരണം എന്താ അറിയോ, ഇങ്ങനെ ഹായ് ചോദിക്കുമ്പോൾ ഞാനങ്ങനെ കമൻറ്റ് ബോക്സിൽ അപ്പം കാണും. പിന്നെ വോയിസ് ഓവർ കൊടുക്കാനിരിക്കുന്ന സമയത്ത് അത് മറന്നു പോകും കേട്ടോ. അത് സ്ക്രീൻഷോട്ട് അപ്പം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വോയിസ് ഓവർ കൊടുക്കാനിരിക്കുന്ന സമയത്ത് അങ്ങനെ അത് എടുത്ത് നോക്കിയിട്ട് പറയും കേട്ടോ. അപ്പോൾ ചില സമയങ്ങളിൽ അത് ഓർമ്മ തെറ്റ് പറ്റുകയാണ്, മനഃപൂർവ്വമല്ല, എപ്പോഴും പറയുന്നുണ്ട് ഞാൻ. അപ്പോൾ നമ്മുടെ അടുത്ത് മല്ലിക കൃഷ്ണൻ കുറേ ദിവസമായി ഹായ് ചോദിച്ചിട്ട് തരുന്നില്ല, പ്ലീസ് തരൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് എന്നൊന്നും ചോദിക്കണ്ട, ഞാൻ മനഃപൂർവ്വമല്ല, മറന്നു പോയതാണ്. അങ്ങനെ എൻ്റെ അടുത്ത് പ്ലീസ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞാൻ എന്തായാലും ചോദിച്ചാൽ തരും. പിന്നെ അമ്പിളി ചേച്ചി ചോദിച്ചിട്ടുണ്ട് കുഞ്ചൂസിന് വേണ്ടിയിട്ട് തരണം, ഞാൻ കുറേ ആയി ചോദിച്ചിട്ട് നീ മറന്നു പോയി എന്ന് പറഞ്ഞിട്ട് പരാതി. പിന്നെ സെലിത്താത്ത എന്നെ മറന്നോ, എനിക്കൊരു ഹായ് തന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരെയും ഞാൻ മറന്നിട്ടില്ല, എല്ലാവരെയും ഓർമ്മയുണ്ട്. പക്ഷേ ഹായ് ചോദിക്കുന്നത് ഏത് കമൻറ്റ് ബോക്സിലാണെന്ന് മാത്രം എനിക്ക് ഒരു പിടുത്തമില്ല കേട്ടോ. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനിരിക്കുന്ന സമയത്ത് ചിലപ്പം മറന്നു പോകും. അതാണ്, പല കാര്യങ്ങളാണല്ലോ നമ്മുടെ തലയ്ക്കകത്ത് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇത് വോയിസ് ഓവർ കൊടുത്തിട്ട് നമ്മുടെ വീഡിയോസ് ഇടുക എന്നുള്ളൊരു മൈൻഡിലായിരിക്കും. അപ്പോൾ ഹായ് കൊടുക്കണതൊക്കെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, പക്ഷേ അത് വിട്ടു പോവുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചേച്ചിമാരെല്ലാവരും ക്ഷമിക്കുക. എൻ്റെ ചേച്ചിമാർക്ക് എല്ലാവർക്കും ബിഗ് ഹായ് ഉണ്ട്. അപ്പോൾ നമ്മളോട് ആരും പിണങ്ങരുത്, പരിഭവം കാണിക്കരുത്, മനഃപൂർവ്വം ഒക്കെ മറന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ മറവി കുറച്ച് അധികം ഉള്ള ഒരാളാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ഇനിയും തുടർന്നും വേണം. അങ്ങനെ പറഞ്ഞിരുന്ന നേരം കൊണ്ട് നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട്. സേമിയ ഉപ്പുമാവ് നല്ല തോർത്തി നല്ല വെള്ളമൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അവസാനം കുറച്ച് തേങ്ങയും കൂടി ഇട്ടു. അതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഉപ്പുമാവിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഗോതമ്പിൻ്റെ ഉപ്പുമാവ് 2ാമത്തെ തവണയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ഇഷ്ടമായി എല്ലാവർക്കും ഇവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.